ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഇത് എളുപ്പത്തിൽ നമുക്ക് മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതുപോലെ ഇറച്ചി, മുട്ട, മീൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അരിപ്പൊടി വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വറുത്ത അരിപ്പൊടിയൊന്നുമല്ല, നമ്മൾ സാധാരണ പച്ചരി പൊടിപ്പിച്ചെടുക്കുമല്ലോ, അങ്ങനെയുള്ള അരിപ്പൊടിയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം നല്ലപോലെ ഒന്ന് ചൂടായി തിളച്ച വെള്ളം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് ഇതുപോലെ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് നല്ലപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കുറേ നാളായി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്, അപ്പം നമ്മൾ സ്നാക്സും കേക്ക്സൊക്കെ ആയിരുന്നു ചെയ്യാറ്. അപ്പോൾ മുന്നേ അപ്ലോഡ് ചെയ്ത സ്നാക്സൊക്കെ കാണാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള സ്നാക്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാവ് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം തടവിയിട്ട് കുഴച്ചെടുത്താലും മതി. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിത് ആവിയിൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ നമുക്ക് ആവിയിൽ വേവിച്ചെടുത്തിട്ടും ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ മതി. നല്ല കിടിലൻ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് മുഴുവനായിട്ട്. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിയും ഈ ഒരു ബോൾസ് ആക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള, ഒരു മീഡിയം സൈസിലുള്ള സവാള നൈസായിട്ട് കട്ട് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചതാണ്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചിയുടെ ഫ്ലേവർ ഇഷ്ടമാണ്, കുറച്ച് ഇഞ്ചി ചതച്ചത് കൂടി ചേർത്ത് കൊടുത്തോളൂ. പിന്നെ ഞാൻ ഒരു 1/2 കപ്പോളം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് നിങ്ങൾക്ക് ചെറുതായിട്ട് മുറിച്ചിട്ടാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടിയാണ് ചേർക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് ഗ്രീൻ പീസൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൽ ചേർത്താൽ. ഗ്രീൻ പീസ്, അതുപോലെ തന്നെ നമ്മൾ ബീൻസ്, അതൊക്കെ വേണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു തക്കാളി മതിയാവും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇതിലേക്കായിട്ട് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. മുളക് പൊടി അധികം എരിവില്ലാത്തതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക, പച്ചവെള്ളമായാലും കുഴപ്പമില്ല. അപ്പോൾ 1 ഗ്ലാസ് അരിപ്പൊടി എടുത്തുകൊണ്ട് 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനാവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് സ്പ്രെഡ് ആവുന്നൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് നല്ല രീതിയിൽ തന്നെ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ വെന്ത് വന്നോളും. ഒരുപാട് നമ്മൾ വേവുന്നതിന് മുമ്പ് ഇളക്കാതെ ഇരുന്നാൽ മതി. ജസ്റ്റ് ഇതൊന്ന് വെള്ളത്തിൽ മുങ്ങുന്ന രീതിയിൽ വെച്ചിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് 2 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ, ഹൈ ഫ്ലെയിമിലായിരുന്നു വെച്ച് കൊടുത്തിട്ട്, 2 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് നമ്മൾ മീഡിയം ഫ്ലെയിമിലും കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സംഭവം റെഡിയായി കിട്ടും. അപ്പോൾ ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ അടുക്കി പിടിക്കാതിരിക്കാൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ബോൾസൊക്കെ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചരിപ്പൊടി ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. നമ്മൾ ആദ്യം തന്നെ ഇത് നല്ല ചൂടുള്ള വെള്ളത്തിലാണെന്നല്ലോ മാവ് കുഴച്ചിട്ടുണ്ടായിരുന്നു തന്നെ. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാല ബോൾസ് എല്ലാവർക്കും ഇഷ്ടമാവുമെന്നാണ് കരുതുന്നത്. വളരെ സിമ്പിളല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. എല്ലാവരും വീട്ടിലുണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി ആവശ്യമില്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന്
നമുക്ക് അത് വറ്റിച്ചെടുത്താലും മതിയാവും. അപ്പോൾ ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഈ ഒരു നമ്മൾ ഇറച്ചി, മീൻ, മുട്ട ഇതൊന്നും ചേർത്തിട്ടില്ലല്ലോ. ആ ഒരു രീതിക്ക് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. നമ്മൾ ഓയിലൊന്നും അധികം യൂസ് ചെയ്യുന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ മസാല ബോൾസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോൻ്റെ താഴെ ചുവന്ന നിറത്തിലൊരു സബ്സ്ക്രൈബ് എന്ന് എഴുതിയത് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലിൻ്റെ പടം വരും. അതിൽ 3 ഓപ്ഷൻസ് കാണാം. അതിൽ മുകളിലുള്ള ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്